വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 20-21 പുസ്തകങ്ങളാണ് മക്കബായർ 1-2. കത്തോലിക്ക വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതും എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താത്തതുമായ 7 പുസ്തകങ്ങളാണ് തോബിത്ത്, ജോദിത്ത്, മക്കബായർ 1-2, ജ്ഞാനം, പ്രഭാഷകൻ, ബാറൂക്ക്. യവനാധിപത്യത്തിനെതിരായുള്ള യഹൂദരുടെ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രമാണ് മക്കബായരുടെ 1-2 പുസ്തകങ്ങളിൽ വിവരിക്കുന്നത്. മത്താത്തിയാസിൻ്റെ മക്കളായ യൂദാസ്, ജോനാഥൻ, ശിമയോൻ എന്നിവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിജയങ്ങളും പരാജയങ്ങളുമാണ് 1-ാം പുസ്തകത്തിൽ വിവരിക്കുന്നത്. 2-ാം പുസ്തകത്തിൽ നിയമത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വീരചരമം അടയേണ്ടി വന്ന രക്തസാക്ഷികളുടെ ചരിത്രവും മർദ്ദനകാലത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള ഉത്തേജനം നൽകുകയാണ് ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം. BC 175 സെലൂക്കസ് വംശജനായ അന്തിയോക്യസ് എപ്പിഫാനസ് 4 രാജാവായതോടെ യവനാചാരങ്ങൾ യഹൂദരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഗ്രീക്കുകാർ ശ്രമിച്ചു. ചെറുത്തുനിന്നവർ മതപീഡനങ്ങൾക്ക് വിധേയരായി. വിഗ്രഹാരാധന നടത്തുന്നതിനും പന്നിമാംസം ഭക്ഷിക്കുന്നതിനും യഹൂദർ നിർബന്ധിതരായി. അനേകം യഹൂദർ മതമർദ്ദനത്തിൽ ജീവാർപ്പണം ചെയ്തു. എന്നാൽ ആയുധമെടുത്ത് മർദ്ദനത്തെ നേരിടാൻ കുറേ പേർ തയ്യാറായി. അവർക്ക് നേതൃത്വം നൽകിയത് പുരോഹിതനായ മത്താത്തിയാസിൻ്റെ പുത്രൻ യൂദാസാണ്. മക്കബായൻ എന്നറിയപ്പെട്ടിരുന്ന യൂദാസിൻ്റെ കൂടെ ചേർന്നവർക്കെല്ലാം മക്കബായർ എന്ന പേര് കിട്ടി. വീരചരമം അടഞ്ഞവർ നിത്യമായി ജീവിക്കുമെന്ന് ഈ ഗ്രന്ഥം ഉറപ്പിച്ച് പ്രസ്താവിക്കുന്നു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നു. ഗ്രീസിൻ്റെ രാജാവായ അലക്സാണ്ടർ പേർഷ്യക്കാരുടെയും മെദിയക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണം ഏറ്റെടുത്ത് ഭൂമിയുടെ അതിർത്തികൾ വരെ അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു. പിന്നീട് രോഗബാധിതനായ അവൻ സമുന്നതനായ സേനാധിപന്മാർക്ക് താൻ മരിക്കുന്നതിന് മുമ്പ് രാജ്യം വിഭജിച്ചു കൊടുത്തു. 12 വർഷത്തെ ഭരണത്തിന് ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം സേനാധിപന്മാർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.